അമ്മ ഭരണസമിതിക്കെതിരെ നടൻ ടിനി ടോം. താരസംഘടനയായ അമ്മയുടെ ബൈലോ പുതിയ ഭരണസമിതി ദുരുപയോഗം ചെയ്തു. അഡ്മിനിസ്ട്രേഷൻ അറിയാത്തവർ വന്നതിൻ്റെ പ്രശ്നമാണ് അമ്മയിലുള്ളത്. പ്രസിഡന്റ് വെറും സ്റ്റാമ്പ് മാത്രമാണ്. അൻസിബ ഹസന്റെ രാജി വ്യക്തിപരമാണെന്നും ടിനി ടോം പറഞ്ഞു. അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തവരുടെ ഇടപെടലാണ് പറ്റിയത്. കാരണം ട്രഷറർ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കടന്നാണ് പറ്റിയത്. ട്രഷററിന്റെ ജോലി എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിന്റെ ആയിരിക്കും. എന്റെ അഭിപ്രായത്തിൽ ഇത് തുടങ്ങുമ്പോൾ ബാബുചേട്ടനെ പോലത്തുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ഉപദേശം തേടുകയും അവരുടെ ഒരു ട്രെയിനിങ്ങിലൂടെ കുറച്ച് ഒരു 6 മാസം, ഇപ്പൊ 6-7 മാസമായിട്ടുള്ള സംഘടന ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ തുടങ്ങിയ ബേബി സ്റ്റെപ്സിൽ പറ്റിയ അബദ്ധങ്ങളാണ്. അത് തിരുത്തിയിട്ട് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒരു ചെടിയിൽ ഒരു കേട് വരുമ്പോൾ അത് ചെടി പറിച്ചു കളയാന്നുള്ളല്ല, ആ കേട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വേണ്ടി നിലനിൽക്കും എന്നുള്ളതാണ്. അത് വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം മാത്രമാണ് അൻസിബ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഉള്ളൊരു വേറെ കാര്യങ്ങൾ നമ്മളൊന്നും അറിയിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, അവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. അൻസിബ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള തിരക്കുകൾ കൊണ്ട് പിന്മാറുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാൻ സാധിക്കില്ല. ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ എനിക്ക് കയറി ഇടപെടാനും പറ്റില്ല, ഒന്നും പറയാനും സാധിക്കില്ല. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഈ അമ്മയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എന്താണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പൊട്ടിത്തെറിക്ക് കാരണം എന്താണ്? പുതിയ നേതൃത്വത്തോടുള്ള ഒരു അസഹിഷ്ണുതയാണോ? ടോം, ഇതിൽ ടിനി ടോം പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് അമ്മ സംഘടനയിൽ നേരത്തെ, അതായത് ഈ പുതിയ ഭരണസമിതി ഏറ്റെടുക്കുന്നതിന് മുൻപ് വർഷങ്ങളായി അതിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് ഇടവേള ബാബുവും പ്രസിഡന്റ് ആയിരുന്നത് നടൻ മോഹൻലാലുമാണ്. അതിൽ ഇടവേള ബാബു എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യുമായിരുന്നു. എല്ലാ താരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ അംഗങ്ങളെയും ഒന്നിച്ചു നിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ജനറൽ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിന് കഴിഞ്ഞിരുന്നു. പക്ഷേ രണ്ടാമത്തെ പുതിയ ഭരണസമിതി വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് ലഭിച്ചിരുന്നില്ല. എന്താണ് സംഘടനയുടെ, എന്തൊക്കെയാണ് സംഘടനയിൽ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് നയിക്കേണ്ടത്, എന്തൊക്കെ ഈ ചാരിറ്റി അടക്കമുള്ള കാര്യങ്ങളൊക്കെ എത്രമാത്രം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നീ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടാതെയാണ് പുതിയ സംഘടന അധികാരത്തിലെത്തിയത്. അതിൽ ബൈലോ പ്രകാരം പ്രസിഡന്റ് ഉണ്ടെങ്കിൽ പോലും ജനറൽ സെക്രട്ടറി, ട്രഷറർ ഉൾപ്പെടെ ഉള്ളവർക്കാണ് ഒരു കുറച്ചുകൂടി ചുമതല കൂടുക. പ്രസിഡന്റിനെ നേരിട്ട് കാര്യങ്ങൾ അറിയിക്കുന്നതിന് പകരം ജനറൽ സെക്രട്ടറി മുഖേനയാണ് ഈ അംഗങ്ങളെല്ലാവരും കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടതും. ജനറൽ സെക്രട്ടറിയാണ് ഈ അടുത്ത ജനറൽ ബോഡി യോഗത്തിലായാലോ അല്ലെങ്കിൽ അതിനു മുൻപുള്ള കമ്മിറ്റിയിലായാലോ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കേണ്ടത് ജനറൽ സെക്രട്ടറി മുഖേനയാണ്. ആ രീതിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിൽക്കുന്നത് കുക്കു പരമേശ്വരനാണ്. കുക്കു പരമേശ്വരന് വേണ്ട രീതിയിൽ ഈ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനോ അല്ലെങ്കിൽ പല തീരുമാനങ്ങൾ, സംഘടന എന്താണോ മുന്നോട്ട് വെക്കുന്ന ആശയം, സംഘടനയിൽ എങ്ങനെയാണോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, അതൊന്നും കൃത്യമായി ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വരുമ്പോൾ അത് കുക്കു പരമേശ്വരൻ നിറവേറ്റുന്നില്ല. പലപ്പോഴും കുക്കു പരമേശ്വരൻ ഒരു തീരുമാനം എടുക്കുന്നു, അത് നടപ്പാക്കുന്നു, മറ്റംഗങ്ങൾ പോലും അറിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് ടിനി ടോം പറയുന്നത്. ഈ കൈലേഷായിരുന്നു അതിന്റെ ഈ ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഈ വരുമാനങ്ങളും ചെലവുകളുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ പരിശോധിക്കേണ്ടത്. അതുപോലും കൈലേഷിന് കൈമാറാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഈ ഒരു പുതിയ താരമാണ്, അല്ലെങ്കിൽ ഒരു വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് കൈലേഷ് എന്ന മാനദണ്ഡമൊക്കെ അവിടെ പലരും വെച്ച് പുലർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ, ട്രഷറർ ആയിക്കോട്ടെ, ഇവരൊക്കെ ഈ പുതിയ തലമുറയല്ലേ അല്ലെങ്കിൽ കുട്ടികളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മാറ്റി നിർത്തുന്ന സാഹചര്യം പോലും സംഘടനയിലുണ്ടെന്ന് ടിനി ടോം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി വിളിച്ചിരുന്നു. ഇതിന്റെ ഇന്റേണൽ പൊളിറ്റിക്സിലൊന്നും ഇടപെടാൻ താല്പര്യമില്ല, പക്ഷേ ഈ അമ്മ സംഘടനയെ ലക്ഷ്യം വെക്കുന്നത് നിരവധി നിരാലംബരായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നതാണ്. നിരവധി ചാരിറ്റികൾ നടത്തുന്നുണ്ട്, അതിലൊന്നും ഒരു മുടക്കം വരുത്തരുത്, അത് കൃത്യമായി തന്നെ മുന്നോട്ട് പോകണമെന്ന് സുരേഷ് ഗോപി അടക്കം തന്നെ വിളിച്ചു പറഞ്ഞു എന്നുകൂടി ടിനി ടോം പറയുന്നുണ്ട്. എന്നാലും പരോക്ഷമായി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള ഒരു വിമർശനം തന്നെയാണ് ടിനി ടോം മുന്നോട്ട് വെക്കുന്നത്. അതിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേതാ മേനോന് പലപ്പോഴും ഇതൊന്നും അറിയാതെ പോകുന്നു. ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ ഈ ശ്വേതാ മേനോൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുകൂടി പറയുന്നുണ്ട്. എന്നാലും നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ള വിവരം ലഭിക്കുമ്പോൾ നാളെ ജനറൽ സെക്രട്ടറി നാളെ വീണ്ടും അമ്മ ഒരു അടിയന്തര യോഗം ചേരുന്നുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ചിലപ്പോൾ കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള നടപടി എടുക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ എടുക്കേണ്ട ഒരു സാഹചര്യമല്ലേ നിലനിൽക്കുന്നത് എന്നുകൂടി സംഘടന പരിശോധിക്കുന്നുണ്ട്. അത് ജനറൽ ബോഡിക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ അമ്മ സംഘടനയിലുള്ളത്.
ഇവരുടെ ഒരു ആവശ്യം എന്താണ്? കാരണം അങ്ങനെ ഈ മുതിർന്ന അംഗങ്ങളോട് അല്ലെങ്കിൽ മുൻ ഭാരവാഹികളോട് കാര്യങ്ങൾ ചോദിച്ചറിയാത്തത്, അവരുമായി കൂടിയാലോചനയില്ലാത്തത്, അതാണോ പ്രധാന പ്രശ്നമായി ടിനി ടോം ഉയർത്തി കാണിക്കുന്നത്? അതോ ഈ അമ്മ സംഘടന ഒരു നിർജീവമാകുന്നു? നേരത്തെ നവമി സൂചിപ്പിച്ചതുപോലെ ഈ ചാരിറ്റി സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ ആയിരുന്നു പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നത്. അതിൽ ഈ മുൻകാല നടീനടന്മാർ, അതിൽ സാധുക്കൾ, പാവപ്പെട്ട ആളുകളുണ്ട്, അവരെ സഹായിക്കൽ, അതുപോലെ പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കൽ, ഈ വിഷയങ്ങളിലൊക്കെ ഒരു വീഴ്ച വരുത്തുന്നു എന്നാണോ ടിനി ടോം വിമർശനമായി ഉയർത്തി കാണിക്കുന്നത്? അങ്ങനെ തന്നെയാണ് ടിനി ടോം പറഞ്ഞു വെക്കുന്നതും. ഈ പുതിയൊരു സംഘടന അധികാരത്തിലേറുമ്പോൾ സ്വാഭാവികമായും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാകും. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തകർത്തുകൊണ്ട് ജനറൽ സെക്രട്ടറിയുടെ ചില തീരുമാനങ്ങൾ അത് മറ്റംഗങ്ങളെ വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ഇതിൽ ഹൻസിബയുടെ രാജിയടക്കം ഇതിൽ സൂചിപ്പിക്കേണ്ടതുണ്ട്. ഹൻസിബ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് കഴിഞ്ഞ കമ്മിറ്റി ചേർന്നപ്പോൾ ഹൻസിബയുടെ രാജി സ്വീകരിക്കുകയായിരുന്നു. ഈ ജനറൽ സെക്രട്ടറിയിൽ നിന്നും പല മോശം അനുഭവങ്ങളും അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ പലപ്പോഴും ഹൻസിബ ശബ്ദമുയർത്തിയിരുന്നതായിരുന്നു. ജനറൽ സെക്രട്ടറിക്കെതിരെ നിരവധി പരാതികൾ ഉണ്ടെന്ന് തന്നെയാണ് അമ്മ സംഘടനയിലുള്ളവരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറ്റവും ഒടുവിൽ അതുല്യ എന്ന ഫ്രണ്ട് ഓഫീസിലെ മാനേജർ പോലും പരാതി നൽകിയത്, ഫ്രണ്ട് ഓഫീസിലെ 2 മാനേജർമാർ, ഒന്ന് അതുല്യ മറ്റൊന്ന് അപ്പു, ഇവർ രണ്ടുപേരും നൽകിയ പരാതിയിൽ പ്രധാനപ്പെട്ട ആരോപണ വിധേയരായിട്ടുള്ളത് ഒന്ന് കുക്കു പരമേശ്വരനും മറ്റൊന്ന് ഉണ്ണി ശിവപാലുമായിരുന്നു. അതിൽ ഉണ്ണി ശിവപാലിനെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. അതായത് ഉണ്ണി ശിവപാലിനെ നിർബന്ധിതമായി അവധി പോകാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള കുക്കു പരമേശ്വരനെതിരെ നടപടി എടുക്കാത്തതെന്നൊരു ചോദ്യം അപ്പോഴും ബാക്കിയാകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നടപടി എടുക്കണമെങ്കിൽ അത് ജനറൽ ബോഡി യോഗത്തിലായിരിക്കണം. അങ്ങനെ ഒരു ആവശ്യം അംഗങ്ങൾക്കുണ്ടെങ്കിൽ അത് ജനറൽ ബോഡിയിലേക്ക് വെക്കാനാണ് സംഘടന, ഈ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള ആരോപണം തന്നെയാണ് അംഗങ്ങൾ എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. കുക്കുവിന്റെ ചില തീരുമാനങ്ങൾ അത് പലർക്കും വളരെയേറെ വേദനിപ്പിക്കുന്നുണ്ട്. ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി കൂടി ആലോചിക്കുന്നില്ല. അത് ശരിയായ നടപടിയല്ല. പ്രത്യേകിച്ച് ഈ നേരത്തെ ഇതിൽ നിന്നും ഒരു രാജിവെക്കാനുള്ള കാരണവും അതോടൊപ്പം ഈ ഉണ്ണി ശിവപാലിന് നിർബന്ധ അവധി നൽകിയതുമൊക്കെ ഈ സംഘടനയിലൊരു ആഭ്യന്തര പ്രശ്നമാണോ? മാത്രമല്ല, ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പിസത്തിലേക്ക് മാറും. വലിയ രീതിയിൽ അമ്മയിലെ തർക്കം അത് പുറത്തേക്ക് വരും, വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങാം. അതുകൊണ്ട് തന്നെ ഒരു സമവായത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? മുതിർന്ന താരങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു നീക്കം നടത്തുന്നുണ്ടോ? ടോം, എന്തായാലും ഇനി ഒരു നടപടി എടുക്കണമെങ്കിൽ അതിൽ ജനറൽ ബോഡി ചേരേണ്ടതുണ്ട്. എന്തായാലും ജനറൽ ബോഡി ഉടനെ ചേരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 2-3 മാസത്തിനുള്ളിൽ ജനറൽ ബോഡി ചേരും. അതിനുശേഷം മാത്രമേ അതിലൊരു നടപടി എടുക്കാൻ കഴിയുകയുള്ളൂ. നിലവിൽ കുക്കു പരമേശ്വരനെതിരെ നിരവധി പരാതികൾ അല്ലെങ്കിൽ പല അംഗങ്ങളും വളരെയേറെ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ടിനി ടോമിന്റെ ഇന്നത്തെ ഒരു പ്രതികരണത്തിലുമൊക്കെ അങ്ങനെ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ടോം, യെസ്, വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അമ്മ നേതൃത്വത്തിനെതിരെയാണ് നടൻ ടിനി ടോം ഇപ്പോൾ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.